ED അതിൻ്റെ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീണയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും EDയുടെ ചോദ്യം ചെയ്യലിൽ അവരുടെ PMLA ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ED അന്വേഷിക്കുക എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് പുറത്തു വരേണ്ടതും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതുമായ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വീണ വിജയൻ വാങ്ങി എന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. ഇനി അതിൻ്റെ അകത്ത് ആർക്കും തർക്കമില്ല. വീണ വിജയനും തർക്കമില്ല, CPMനും തർക്കമില്ല, പിണറായി വിജയനും തർക്കമില്ല. പക്ഷേ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ അഴിമതി പണം ബാങ്കിലൂടെ വാങ്ങി അതിന് ടാക്സ് അടയ്ക്കുക വഴി അത് വൈറ്റ് മണി ആക്കാൻ ഉള്ള പരിശ്രമമാണ് നടത്തിയത്. അതാണ് EDയുടെ പർവ്യൂവിൽ വരുന്ന PMLA ആക്ടിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. ആ കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി അത് ബാങ്ക് മുഖാന്തരം വാങ്ങി അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് EDയുടെ പർവ്യൂവിൽ വരിക. പക്ഷേ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യം. ഈ മാസപ്പടി വിഷയം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന ആ നാൾ മുതൽ ഞാൻ ആവർത്തിച്ചുന്നയിക്കുന്ന ചോദ്യം അവിടെയാണ്. എന്തിനു വേണ്ടി പണം നൽകി? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയൻ്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം നമുക്ക് ഏതൊരു സാധാരണക്കാരനും ആലോചിച്ചാൽ അറിയാം, ഒരു കാര്യവുമില്ലാതെ ആരും കോടിക്കണക്കിന് രൂപ കൊടുക്കത്തില്ലല്ലോ. ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ പോകുന്ന ആർക്കെങ്കിലും കോടിക്കണക്കിന് രൂപ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്തത് ആ കമ്പനി എന്തിനു വേണ്ടി കൊടുത്തു? ആർക്ക് വേണ്ടി കൊടുത്തു? വീണ വിജയന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു സേവനവും നൽകാനില്ല, അവരുടെ കമ്പനിയുമായി ഒരു സേവനം കിട്ടിയിട്ടില്ലെന്ന് ഇവർ തന്നെ പറഞ്ഞു. പിന്നെ യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്, പിണറായി വിജയനിൽ നിന്നാണ്. ഒരുപാട് ഇൻസ്റ്റൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സുപ്രീം കോടതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടും കരിമണൽ കർത്തയുടെ പേരിലുണ്ടായിരുന്ന CMRLൻ്റെ പേരിലുണ്ടായിരുന്ന ലീസ് ക്യാൻസൽ ചെയ്യാതിരുന്നത് പിണറായി വിജയൻ ചെയ്ത ഒന്നാമത്തെ സേവനം. രണ്ടാമത്തെ സേവനം, കരിമണൽ എടുക്കാൻ വേണ്ടി മൈനിങ് ലൈസൻസ് ഇല്ലാതെ, മൈനിങ് പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ കഴിയാതിരുന്ന കരിമണലിനെ ദുരന്ത നിവാരണത്തിൻ്റെ പർവ്വയിൽ കൊണ്ടുവന്നു. അതായത് പിണറായി വിജയൻ്റെ കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പർവ്വയിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും കരിമണൽ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ കരിമണൽ എടുത്തത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്നും ഒരുപക്ഷെ ലാൻഡ് സീലിങ്ങിൻ്റെ പരിധി വിട്ട്, അതായത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി വിട്ടുള്ള 60 ഏക്കറോളം സ്ഥലം ഇപ്പോഴും CMRLൻ്റെ കൈവശം ആലപ്പുഴയിലെ തോട്ടപ്പള്ളി പ്രദേശത്തിരിക്കുകയാണ്. വലിയ കരിമണൽ ഡിപ്പോസിറ്റുള്ള, വലിയ ധാതുക്കളുടെ വലിയ പ്രാധാന്യമുള്ള ആ സ്ഥലത്തിന് എക്സംപ്ഷൻ നൽകിയത്, അതായത് ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി, അതായത് അർഹതയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നതിനപ്പുറമുള്ള സ്ഥലം കൈവശം വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇത് വ്യവസായ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് എല്ലാ നോംസും ലംഘിച്ചുകൊണ്ട് അവർക്ക് എക്സംപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള സേവനങ്ങൾ. പിന്നെ ഏറ്റവും ഒടുവിലായി ഞാൻ കേരളത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഓഡിയോ ടേപ്പില്ലേ, അതായത് മുൻപ് ഇതേ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന, പഴയ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അതായത് പ്രളയം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് നമ്മൾ കേട്ടു. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വെള്ളം തുറന്നു വിടേണ്ടിയിരുന്നുവെങ്കിൽ പരമാവധി മണലെടുത്ത് മാറാൻ വേണ്ടി
മണലെടുക്കുന്നതിന് വേണ്ടി ആ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നതാണ് അവസാനം പ്രളയത്തിന് കാരണമായത് എന്ന് കേരളം കേട്ടത് എൻ്റെ ശബ്ദത്തിലൂടെയല്ല, പിണറായി വിജയനൊപ്പം ക്യാബിനറ്റിലിരുന്ന കൃഷ്ണൻകുട്ടി എന്ന മന്ത്രിയുടെ ആ ശബ്ദരേഖയിലൂടെയാണ്. ആ ശബ്ദരേഖ ഞാൻ പുറത്തുവിട്ടപ്പോൾ അതിനെ നിഷേധിക്കുകയും അത് ആണെന്ന് പറയുകയും എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നാളിതുവരെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 100% സത്യമായ കാര്യമാണ്. കരിമണൽ എടുക്കുന്നതിന് വേണ്ടി ആ എല്ലാ നിയമങ്ങളും എല്ലാ നോംസും എല്ലാ സ്റ്റാൻഡേർഡ്സും കാറ്റിൽ പറത്തി സ്പിൽവേ തുറക്കാതെ വെച്ചോണ്ടിരുന്ന് ആ കരിമണൽ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോണ്ടിരുന്നതാണ് ചെങ്ങന്നൂരിലും റാന്നിയിലുമൊക്കെ ഇത്രയും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് എന്ന് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ അഴിമതി അന്വേഷിച്ചെത്തുമ്പോൾ കേരളം കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് മാസപ്പടി അഴിമതിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് ആത്മാർത്ഥമായ ഒരു അന്വേഷണം നടന്നാൽ കേരളത്തിന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത്. ഇതെല്ലാം നടന്നിട്ടുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഖനനത്തിന് അനുമതിയില്ലാതെ എത്ര ലക്ഷം ടൺ മണ്ണാണ് അവിടെ നിന്ന് പോയത്? ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയനാണ് എന്നതുകൊണ്ട് അദ്ദേഹം വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ നിന്നും ആരംഭിച്ചതാണ്. ആരംഭിച്ച മീറ്റിംഗിൽ നിന്നും ഒടുവിൽ പെർമിഷൻ കിട്ടി തോട്ടപ്പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ പുറക്കാട് നിന്നും ഒക്കെ ലക്ഷക്കണക്കിന് ടൺ കരിമണൽ കടത്തിയത് എങ്ങനെയാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആരാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ മകൾക്കാണ് ഈ കമ്പനി കോടാനുകോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും വ്യക്തമായി എങ്ങനെയാണ് കാര്യങ്ങൾ വരിക? ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ED റെയ്ഡിന് വന്നപ്പോൾ, പരിശോധനയ്ക്ക് വന്നപ്പോൾ EDയെ തടയാനും EDയുടെ വാഹനം തല്ലിപ്പൊളിക്കാനും സഖാക്കൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ട എവിടെയാണെന്നറിയോ? യഥാർത്ഥത്തിൽ നിയമപരമായി പരിശോധിച്ച് റെയ്ഡ് നടത്തുന്ന രീതിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത് AKG സെൻട്രലാണ്. കാരണം എന്താ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടറുള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. AKG സെൻട്രൽ റെയ്ഡ് നടന്നില്ല. എന്നാൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി. എന്തിനാണ് AKG സെന്ററിന്റെ പേരിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്ടറുടെ അഡ്രസ്സ് എന്തിന് AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തു എന്ന് ചോദിക്കാൻ പോലും ത്രാണിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സഖാവും ഇന്നും ആ പാർട്ടിയിലില്ല. CPMന്റെ ഏറ്റവും വലിയ ഗതികേടതാണ്. നിങ്ങൾ ഇതിനെ എത്രകാലം സംരക്ഷിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നോ, അത്രയും CPMന്റെ തകർച്ച കേരളത്തിലുണ്ടാകും. ഇത്രയും വലിയ തകർച്ച ഉണ്ടായിട്ടും ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും EDയെ തടയാനും EDയെ വണ്ടി തല്ലിപ്പൊളിക്കാനും നിൽക്കുന്ന സഖാക്കന്മാർ CPMനെ കുഴിച്ചു മൂടുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ പതനമായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞു, ഇത് വലിയ അഴിമതിയാണ്, വലിയ കൊള്ളയാണ്. ഞാൻ പറഞ്ഞു, ആദ്യം IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടന്നു, അതിന് പിന്നാലെ SFIയുടെ അന്വേഷണം നടന്നു, ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇതിന് പിന്നാലെ ഒന്നുകിൽ CBI അല്ലെങ്കിൽ വിജിലൻസ് അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം വരുമ്പോൾ പിണറായി വിജയന്റെ പേരും പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റും മാസപ്പടി കേസിൽ എന്താണെന്ന് വരും. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ ആദ്യമായി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയന്റെ റെസ്പോൺസ് എന്തായിരുന്നു ഓർക്കല്ലേ? കേരളം മുഴുവൻ പല ആവർത്തി കേട്ടതാണ്. അദ്ദേഹം ചോദിച്ചു, മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടുങ്ങിപ്പോകുമോ എന്ന് വിചാരിച്ചെന്ന്. പിന്നീടത്തെ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മകളെ കുറിച്ച് ഞാൻ പരാമർശിച്ചപ്പോ ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന 140 പേരും കിടുങ്ങിയില്ല, പക്ഷെ അങ്ങ് മാത്രം കിടുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്, മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കിടുങ്ങിപ്പോകുമോ എന്ന്. ഈ മകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ വ്യാപ്തിയും ആഴവും പരപ്പും
ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വേട്ടയാടിയത്, എനിക്കെതിരെ തിരിഞ്ഞത്, എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്, എന്റെ ആ വാക്കുകൾ കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ചത്. എത്ര വട്ടം നിങ്ങൾ നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തു, എത്ര വട്ടം നിങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തി. പക്ഷേ എത്ര തടയാൻ ശ്രമിച്ചാലും സത്യത്തെ തടുക്കാനും തടയാനും CPM-നെന്നല്ല ഒരു ശക്തിക്കും ലോകത്ത് കഴിയില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഉള്ളി പൊളിച്ചതുപോലെ ഓരോന്നോരോന്ന് വ്യക്തമായി പുറത്തേക്ക് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI ആ അന്വേഷണം ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് നടക്കും. അഴിമതിയെക്കുറിച്ച് നടക്കുമ്പോൾ ഉറപ്പായും പിണറായി വിജയൻ പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CMRL ചെയ്തു കൊടുത്തിട്ടുള്ള വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ED അന്വേഷണം പുരോഗമിക്കട്ടെ. ED സത്യസന്ധമായി അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആത്മാർത്ഥയുള്ള സത്യസന്ധതയുള്ള അന്വേഷണമാണ് എങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഈ വിഷയത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണ്. ഈ വിഷയത്തിൽ മാസപ്പടി വിഷയത്തിലുള്ള അഴിമതിയും അന്വേഷിക്കപ്പെടണമെന്നതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹൈക്കോടതി വിധി നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കണം. ഹൈക്കോടതി വിധി പറഞ്ഞത് നിങ്ങളൊക്കെ ഒരുപാട് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഹൈക്കോടതി വിധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഴിമതി നടന്നുവെന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട്, പക്ഷെ അതിനുള്ള തെളിവുകൾ ഇനി അഡീഷണലായി എന്തെങ്കിലും തെളിവുകൾ വന്നാൽ പരാതിക്കാരനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അഡീഷണൽ ഗ്രൗണ്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പൊ ഒന്നും വന്നില്ലേ? വരട്ടെ, നോക്കട്ടെ, EDയുടെ ഇത് കൂടി വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും ഒന്നിൻ്റെയും അന്ത്യമല്ല എന്ന് അന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ. ഞാൻ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്ന്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്ന് അതിൻ്റെ ആദ്യത്തെ റെസ്പോൺസിനുണ്ടായിരുന്നു, ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന് മുമ്പോട്ട് കൊണ്ടുപോകും. ഗെയിം ഈസ് നോട്ട് ഓവർ. അല്ല, ഞാനത് ഞാനതിൻ്റെ സാങ്കേതികത്താണ് പറഞ്ഞത്. ഇപ്പോൾ ED CPM-നെ വേട്ടയാടുന്നു എന്നാണല്ലോ പറഞ്ഞു. ഞാനിപ്പോൾ EDയുടെ വക്കീലാവാൻ ഞാനില്ല, EDയുടെ പ്രവർത്തനം ന്യായീകരിക്കാൻ ഞാനില്ല. പക്ഷേ ഇത് അറിയില്ലാത്ത സാധാരണ സഖാക്കന്മാരുണ്ട്, പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ. അവർ വിചാരിക്കുന്നത് പിണറായി വിജയനെയും പാർട്ടിയെയും വേട്ടയാടാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണല്ലോ ഇവർ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിണറായി വിജയൻ്റെ മകൾ അവരുടെ ഔദ്യോഗിക അഡ്രസ്സായി നൽകിയത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ്. ആ അഡ്രസ്സിൻ്റെ ബലത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസി AKG സെൻറ്ററിന് റെയ്ഡ് ചെയ്താലും ഒരു കോടതിക്കൊന്നും പറയാൻ കഴിയില്ല, അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് AKG സെൻറ്ററിനെ അങ്ങനെ പോലും ദുരുപയോഗം ചെയ്ത നിങ്ങളുടെ നേതാവിൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ചെയ്തികളെക്കുറിച്ച് ഈ സാധാരണ സഖാക്കന്മാർക്ക്, സാധാരണ CATUകാരുണ്ട്, അല്ലെങ്കിൽ സാധാരണ DYP, അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ബ്രാഞ്ചിലും ലോക്കലിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇവർ പറയുന്നതാണല്ലോ വിശ്വസിക്കുക. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യവും സാധ്യതയും സാങ്കേതികത്വവും ഉണ്ടായിരുന്നു എന്ന് ഞാൻ, അല്ലാണ്ട് അവിടെ റെയ്ഡ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ വേണമെങ്കിൽ അതുമാകായിരുന്നു. അപ്പോൾ EDക്കെതിരെ ഇവരെ പറഞ്ഞ് തിരിച്ചു വിടുമ്പോൾ ഇവർ ഇതുകൂടി അറിയണം എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അറസ്റ്റ് അത് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങളുടെ വോളിയം, എവിഡൻസിന്റെ വോളിയം അനുസരിച്ചിരിക്കും. അറസ്റ്റ് അനിവാര്യമായിക്കൊള്ളുന്നില്ല. നമ്മൾ ആ കാര്യത്തിലോ എന്തിന്റെ മെയിൻ്റനൻസ് അല്ല, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. 3 ലക്ഷം രൂപയ്ക്കാണ് IT സൊല്യൂഷൻസ്, 5 ലക്ഷം രൂപയ്ക്ക് എന്താ? നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കിയാൽ 2 കരാറാണല്ലോ. 2 കരാറിൽ ഒരു കരാറ് അവർ അവകാശപ്പെടുന്നത് സോഫ്റ്റ്വെയർ കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് വരെ കേരളം ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് പറയാം. 5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കരാറുണ്ട്. ആ കരാറിൽ എന്താ പറഞ്ഞേക്കണേ? വീണ ഈസ് എ മാനേജ്മെന്റ് കൺസൾട്ടൻറ്റ്. ഇതുവരെ അവരങ്ങനെ ഒരു ക്ലെയിം ഉണ്ടായിട്ടുണ്ടോ? കരിമണൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട്
കരിമണലിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സെയിൽസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ടൈസ് വീണയ്ക്കുണ്ടെന്നുള്ളൊരു ക്ലെയിം ഉണ്ടോ? അതിന് മെയിൻ്റെനൻസ് ചെയ്യാം. വീണയുടെ ആനുവൽ മെയിൻ്റെനൻസ് കരാറെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവരുടെ എക്സ്പെർട്ടൈസിനോ കൺസൾട്ടൻസിക്കോ ഉള്ള കൺസൾട്ടൻസിക്ക് ആനുവൽ മെയിൻ്റെനൻസ് ഇല്ലല്ലോ. കൺസൾട്ടൻറ്റിന് പ്രൊഫഷണൽ ഫീസാണ്. ഇപ്പം ഞങ്ങളെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ലോയർ എന്ന നിലയ്ക്ക് ഞങ്ങളെ റീറ്റെയിൻ ചെയ്താൽ ഞങ്ങളുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസിനും അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിനുമുള്ള റീറ്റെയിനർ ഫീ ആണ് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞത് ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കൊടുക്കുന്നതിനാന്ന് കൂട്ടിക്കോ, സോഫ്റ്റ്വെയർ കൊടുത്തെന്ന് കൂട്ടിക്കോ. വാട്ട് അബൌട്ട് ഇറ്റ് 5 lakhs? അതിൻ്റെ ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് വീണ CMRLൻ്റെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. സോ വാട്ട് സോർട്ട് ഓഫ് സർവീസ് ഷീ വിൽ ഗീവ്? അങ്ങനെ ഒരു ക്ലെയിമേ ഇല്ലല്ലോ. സോ ദിസ് ഈസ് അബ്സല്യൂട്ട് കറപ്ഷൻ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.